ഡോക്ടർ എന്ത് പറഞ്ഞു? വേണ്ട പുലി, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. കവിത, ഇന്നലെ ടൗണിൽ വെച്ച് നമ്മുടെ ഹരിയെ കണ്ടു. അവൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. അവൻ്റെ മുറപ്പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നത്. സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം. എന്നാൽ നമ്മുടെ കല്യാണം എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ എന്ത് മറുപടി പറയാനാ? അമ്മാവനത് മനസ്സിലാവില്ല. അവൻ മാത്രമല്ല, നമ്മുടെ കവിതയും ഒരു വിധത്തിൽ രോഗിയാണ്. അവനോട് പ്രേമം തോന്നിയതുകൊണ്ടുള്ള രോഗം. അവക്ക് മറ്റെന്തെങ്കിലും അസുഖമായിരുന്നെങ്കിൽ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കായിരുന്നു. ഇതല്പം സമയമെടുക്കും എന്ന് കരുതി എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അവനെ നമ്മൾ ഉപേക്ഷിച്ചാൽ ഒടുവിൽ നമ്മുടെ കുട്ടി ഭ്രാന്തിയാവും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ചിലതെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. കവിത എവിടെ അമ്മാവ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവ സമാനത്തോടെ പോയിക്കോ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചത്. നീ ഇനി ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു വിവാഹം നീ കഴിക്കണം. അമ്മാവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാനെന്താ പറയാ? എന്തായാലും കവിതയെ പഴയ പോലെ എനിക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മറ്റൊരു കല്യാണത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കവിത, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിലൊന്ന് പോകണം. എന്തിനാ? ഞാനിന്ന് എസ് ഐ സുധാരൻ സാറിനെ കണ്ടിരുന്നു. അയാളൊരു കാര്യം പറഞ്ഞു. പുലിയെ കാണാനില്ലെന്ന് കാണിച്ച് നമ്മളൊരു പരാതി കൊടുത്തിരുന്നില്ലേ? ഒന്ന് തെളിച്ച് പറ വിശ്വട്ടാ. ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. പോലീസുകാർക്കൊരു സംശയം. അത് കരയാതെ, അതിനത് പുലിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഛേ, ഞാൻ എന്തൊരു മനുഷ്യനാ. നേരവും കാലവും നോക്കാതെ ഓരോന്ന് പറയും. കരയണ്ട, അവനൊന്നും സംഭവിക്കില്ല. ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങും. പുലി എന്നൊരാൾ മിസ്സിംഗ് ആയതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആരുടെയോ ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതൊന്നും അറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഓ, ആ കേസാണോ? സുരാജ്, കഴിഞ്ഞ ദിവസം കിട്ടിയ ബോഡിയുടെ പ്രോപ്പർട്ടീസ് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്ക. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ലോക്കൽ സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ട് 3 ദിവസമായല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? ഞാൻ ഇന്നലെയാണ് സാർ അറിഞ്ഞത്.
ദിവസം ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരും വരാത്തതുകൊണ്ട് അജ്ഞാത ജഡം എന്ന കാറ്റഗറിയിൽ പെടുത്തി ഇന്ന് അത് ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു. ഷർട്ടും പാൻസും ഒക്കെ നിങ്ങൾ പറഞ്ഞ ആളുടെ തന്നെയാണല്ലോ അല്ലേ? എന്താ വിശ്വ വിശേഷിച്ച്? അമ്മാവനൊന്ന് കാണാമെന്നതാ. അമ്മ ഒരു കാര്യം പറഞ്ഞു. അല്ല, അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. നീ കാര്യം പറയൂ വിശ്വ. സ്വന്തം മകൻ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്ന കാണാൻ ഒരു അമ്മ ആഗ്രഹിച്ചാൽ അത് തെറ്റല്ലല്ലോ. കവിത എൻ്റേതാവുമെന്ന് എന്നേക്കാളും വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇനി അവളെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ആ, എനിക്കും അങ്ങനെ തോന്നി. അമ്മാവൻ ആ രാമേട്ടൻ്റെ മകളെ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണം. ആ കാല് വയ്യാത്ത കുട്ടിയോ? അതൊന്നും സാരമില്ല അമ്മാവാ. കയ്യും കാലുമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നല്ലൊരു പെണ്ണെ തന്നെ കിട്ടും. ആ നല്ല പെണ്ണിന്റെ കയ്യോ കാലോ കല്യാണത്തിന് ശേഷം ഒടിഞ്ഞാലോ അപ്പൊ ബന്ധം ഒഴിവാക്കണമെന്നാണോ അമ്മാവൻ്റെ അഭിപ്രായം? തർക്കത്തിന് ഞാനില്ല. പക്ഷേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചത്തു മണ്ണായിട്ട് പോലും ഇപ്പോഴും അവന് വേണ്ടി നിന്നെ വേദനിപ്പിക്കുക. അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല. അവള് നശിച്ചു കാണാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല അമ്മാവ. അവനോട് അവൾക്ക് ഇഷ്ടം തോന്നിയതും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവളുടെ ആഗ്രഹം ദൈവമായിട്ട് പോലും സാധിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കവിതയ്ക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയാനിട്ടല്ലേ പിന്നെ സ്നേഹം. അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സാരമില്ല അമ്മാവ. ഇതിൻ്റെ പേരിൽ ഒരിക്കലും അമ്മാവൻ കവിതയോട് ദേഷ്യപ്പെടരുത്. അതൊക്കെ എൻ്റെ വിധിയായിട്ട് കരുതി ഞാൻ സമാധാനിച്ചോളാം. വിശ്വട്ടാ, വിശ്വട്ടനായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതം.